നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സെപ്പറബിൾ എക്സ്റ്റൻഷൻ എന്നുള്ള ഈ ഒരു സെക്ഷൻ്റെ ആദ്യത്തെ ഭാഗങ്ങളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഒരു പോളിനോമിയലിൻ്റെ ഓരോ ഫീൽഡിൽ കൺസിഡർ ചെയ്തിട്ടുള്ള കോഎഫിഷ്യൻസ് ഒരു ഫീൽഡിൽ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു പോളിനോമിയലിൻ്റെ ആ ഫീൽഡിൻ്റെ അൾജിബ്രിക് ക്ലോഷറിലുള്ള റൂട്ടിൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. അതേപോലെ തന്നെ ഒരു പോളിനോമിയൽ എഫ് എന്നുള്ള ഓവർ എ ഫീൽഡ് എഫ് ഒരു പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഇറെഡ്യൂസിബിൾ ആണെങ്കിൽ എഫ് ക്ലോഷറിലുള്ള ആ ഇറെഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ റൂട്ട്സിൻ്റെ മൾട്ടിപ്ലിസിറ്റി എല്ലാം ഈക്വൽ ആയിരിക്കും എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. സോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫൈനൈറ്റ് എക്സ്റ്റൻഷൻസിൻ്റെ ഇൻഡെക്സിൻ നമ്പർ ഡിഗ്രി ഓഫ് എക്സ്റ്റൻഷനെ ഡിവൈഡ് ചെയ്യുന്നുള്ള റിസൾട്ടാണ്. ഓക്കെ, ഈ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ സെപ്പറബിൾ എക്സ്റ്റൻഷൻസിനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇഫ് ഇ ഈസ് എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ദെൻ ഇൻഡെക്സ് ഓഫ് ഇ ഓവർ എഫ്, അതിന് നൊട്ടേറ്റ് ചെയ്യുന്നത് ഇതേപോലെയാണ്, ഡിവൈഡ്സ് ഡിഗ്രി ഓഫ് എക്സ്റ്റൻഷൻ ഓഫ് ഇ ഓവർ എഫ്, അതിനെ ഡിവൈഡ് ചെയ്യുന്നു. സോ പ്രൂഫ് ഡയറക്റ്റാണ്. നമ്മൾ ഓൾറെഡി ഒബ്സർവ് ചെയ്ത് വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, ചില തിയറംസ് ഒരുമിച്ച് കമ്പൈൻ ചെയ്താൽ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്താം. സോ സ്റ്റാർട്ട് ചെയ്യാം. ഫൈനൈറ്റ് എക്സ്റ്റൻഷൻസിൻ്റെ കേസിലാണ് പറയുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യും. സോ ഈ എന്താണ്, നമ്മൾ ബൈ അസംഷൻ ഈ എഫിൻ്റെ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷനാണ്. സോ അപ്പോൾ ഇതിൽ എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാവും. ആ എലമെൻറ്റ്സിനെയും എഫിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ഫീൽഡ് ആയിരിക്കും ഇ, ബൈ ഡെഫിനിഷൻ ഓഫ് എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ. ഓക്കെ, സോ we have E is equal to F as extension field of F alpha 1, alpha 2, etc. alpha n, where alpha is are in F closure അല്ലെങ്കിൽ alpha is ഒക്കെ ഇയിലാണ് കൺസിഡർ ചെയ്യുക. alpha is are in E. ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇയിൽ എക്സിസ്റ്റ് ചെയ്യും, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ നമ്മൾ ഇനിയൊരു ഒബ്സർവേഷൻ, നമ്മൾ എഫിനെ കൺസിഡർ ചെയ്തു. എഫിൻ്റെ ഒരു എക്സ്റ്റൻഷനായിരിക്കും എഫിനെയും ആൽഫ 1നെയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ഫീൽഡ്. അതിലേക്ക് ഞാൻ ആൽഫ 2നെയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഫീൽഡ് ജനറേറ്റ് ചെയ്തു. അങ്ങനെ ഒരു n സ്റ്റെപ്സ് കഴിഞ്ഞാൽ, അതായത് നെക്സ്റ്റ് ലെവലിൽ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു ഫീൽഡിലേക്ക് ആൽഫ 3നെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഫീൽഡ് സ്ട്രക്ചർ ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ അതായത് സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് ആൽഫ എഫ്, ആൽഫ 1, ആൽഫ 2 ആൻഡ് ആൽഫ 3. ഓക്കെ, അങ്ങനെ ചെയ്തു വന്നാലും നമ്മൾ ഈ ഒരു പ്രോസസ്സ് ഇവിടെ ടെർമിനേറ്റ് ചെയ്യും. എഫിനെയും ആൽഫ 1നെയും ആൽഫ 2നെയും ആൽഫ n-1നെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഫീൽഡിലേക്ക് ആൽഫ n-നും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഫീൽഡ് സ്ട്രക്ചർ ഫോം ചെയ്താൽ അപ്പോൾ നമ്മൾ എവിടെ എത്തും, ഇയിലെത്തും. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു സീക്വൻസ് കിട്ടും, സീക്വൻസ് ഓഫ് ഫീൽഡ്സ്. സോ അപ്പോൾ ഓരോ സ്റ്റെപ്പിലും ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള എക്സ്റ്റൻഷൻ സിമ്പിളായിരിക്കും, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള എക്സ്റ്റൻഷൻ സിമ്പിളായിരിക്കും, അടുത്ത സ്റ്റെപ്പിലുള്ള എക്സ്റ്റൻഷൻ സിമ്പിൾ എക്സ്റ്റൻഷൻ ആയിരിക്കും. അതേപോലെ ഈ പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നുള്ള കിട്ടിയ ഫീൽഡിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള എക്സ്റ്റൻഷൻ എന്തായിരിക്കും, സിമ്പിൾ എക്സ്റ്റൻഷൻ ആയിരിക്കും. നമ്മൾ ഓരോ എലമെൻറ്റിനെ എക്സ്ട്രാ കൊടുത്തിട്ട് ഫീൽഡ് കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, സോ ജനറലി എഫിനെയും ആൽഫ 1നെയും ആൽഫ 2നെയും അതേപോലെ ആൽഫ ഐസിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു ഫീൽഡിൻ്റെ, അതായത് എഫിനെയും ആൽഫ 1നെയും ആൽഫ 2നെയും എക്സെട്ര ആൽഫ i-1നെയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ഫീൽഡിൻ്റെ സിമ്പിൾ എക്സ്റ്റൻഷൻ ആയിരിക്കും അല്ലേ. ഈ ഒരു ഫീൽഡിലേക്ക് ആൽഫ ഐനെയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ഫീൽഡ്. സോ സിമ്പിൾ എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കെന്ത് പറയാം, ഈ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള എക്സ്റ്റൻഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു ഇൻഡെക്സ് എന്തായിരിക്കും, ആൽഫ ഐൻ്റെ ഈ ഓർ ദിസ് ഫീൽഡ് ഇറെഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ റൂട്ട്സിൻ്റെ എണ്ണത്തിന് ഈക്വൽ ആയിരിക്കും. അത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. ദെർഫോർ ഇൻഡെക്സ് നമ്പർ ഓഫ് എഫ് ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ ഐ ഓവർ
f alpha 1 alpha 2 etc. alpha I minus 1 is the number of distinct roots of alpha I, irreducible polynomial of alpha I, or the field of extension, smallest field containing f alpha 1 alpha 2 etc. alpha I minus 1. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ്. സോ നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇറഡ്യൂസിബിൾ ഒരു ഫീൽഡിൽ ഓരോ ഫീൽഡ് ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഉണ്ടെങ്കിൽ ആ ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ റൂട്ട്സ് അതിൻ്റെ അൾജിബ്രിക് ക്ലോഷറിലുണ്ടാകും. ഓക്കെ, ആ അൾജിബ്രിക് ക്ലോഷറിൽ ആ ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ റൂട്ട്സിൻ്റെ മൾട്ടിപ്ലിസിറ്റി എല്ലാം ഈക്വൽ ആയിരിക്കും എന്ന് ഞാൻ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് തൊട്ട് മുന്നേ. സോ ഈ ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയലിൽ ഉള്ള റൂട്ട്സിൻ്റെ എണ്ണത്തിന് റൂട്ട്സിൻ്റെ മൾട്ടിപ്ലിസിറ്റി എല്ലാം കോമൺ ആയിരിക്കും. അതിനെ ഞാൻ ഗാമ ഐ എന്ന് വിളിക്കുന്നുണ്ട്. ലെറ്റ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് alpha I or the smallest field containing f alpha 1 alpha 2 etc. alpha I minus 1 have ni distinct roots including alpha I. alpha I ഇതിൻ്റെ ഒരു റൂട്ട് ആയിരിക്കും. each having a common multiplicity, having the common multiplicity alpha gamma I. അത് ഞാൻ ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ റൂട്ട്സിൻ്റെ മൾട്ടിപ്ലിസിറ്റി അത് എല്ലാം ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? എത്ര റൂട്ട്സ് ആണ് എന്നാണ് ഞാൻ അസ്യൂം ചെയ്തത്? ni റൂട്ട്സ് ആണ്. സോ ഈ ഒരു ഇൻഡെക്സിങ് നമ്പർ എന്തിന് ഈക്വൽ ആയിരിക്കും? niക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ni റൂട്ട്സ് ഉണ്ട്. ഓരോ റൂട്ട്സിൻ്റെയും മൾട്ടിപ്ലിസിറ്റി ആ പോളിനോമിയലിലുള്ള മൾട്ടിപ്ലിസിറ്റി റൂട്ട്സിൻ്റെ മൾട്ടിപ്ലിസിറ്റി ഗാമ ഐ ആണ്. സോ ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? ni ഇൻറ്റു ഗാമ ഐ ആയിരിക്കും. സോ ഈ ഒരു ഡിഗ്രിക്ക് ഈക്വൽ ആയിരിക്കും ഡിഗ്രി ഓഫ് എക്സ്റ്റൻഷൻ. ഓക്കെ, സോ ഡിഗ്രി ഓഫ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ ഐ, smallest field containing f alpha 1 alpha 2 etc. alpha I over the field or smallest field containing alpha 1 alpha 2 etc. alpha I minus 1 is equal to degree of this polynomial. Degree of this polynomial is ni into gamma I. Okay, so നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമ്മളുടെ ഇൻഡെക്സ് ഓഫ് ഇ ഓവർ എഫും ഡിഗ്രി ഓഫ് എക്സ്റ്റൻഷൻ ഓഫ് ഇ ഓവർ എഫും ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. അതായത് ഈ ഒരു നമ്പർ ഈ ഡിഗ്രി ഓഫ് എക്സ്റ്റൻഷൻ്റെ ഫാക്ടറായിട്ട് വരുന്നുണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. സോ ഫസ്റ്റ് നമ്മൾ ഇൻഡെക്സ് ഓഫ് ഇ ഓർ എഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഇൻഡെക്സിനെ നമുക്ക് ഈ ഒരു സീക്വൻസ് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, കാരണം ഫൈനൈറ്റ് എക്സ്റ്റൻഷൻസ് ആണ് എല്ലാം. ഓക്കെ, ഈ ഒരു സീക്വൻസ് വെച്ചിട്ട് സോ നമുക്ക് ആ ഇൻഡെക്സ് നമ്പറിനെ എങ്ങനെ എഴുതാം? ഇൻഡെക്സ് ഓഫ് ഇ ഓവർ സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് f alpha 1 alpha 2 etc. alpha n minus 1 into index of f alpha 1 alpha 2 etc. alpha n minus 1 over f alpha 1 alpha 2 etc. alpha n minus 2. ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവസാനം ഇൻഡെക്സ് ഓഫ് സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആൻഡ് ആൽഫ ഓവർ എഫ് എന്ന് കിട്ടും. ഓക്കെ, ഇവരുടെ മൾട്ടിപ്ലൈ ആയിരിക്കും. ഓരോ സ്റ്റേജിലും ഇൻഡെക്സ് നമ്പർ എന്താണ്? ni ആണ്. ഇങ്ങോട്ട് ഈ ഒരു ഇൻഡെക്സ് നമ്പർ എൻ, ഓക്കെ, ഒരു പ്രശ്നമുണ്ട്, എൻ എന്ന് ഉപയോഗിക്കേണ്ടി വരും അല്ലേ? അപ്പോൾ നൊട്ടേഷൻ ഒന്ന് മാറ്റി കൊടുക്കുക. എൻ ഐ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ്. ഈ എന്നും ഈക്വൽ ആകണമെന്നില്ല, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മിനിറ്റ്. കുഴപ്പമില്ല, എൻ വരും, കുഴപ്പമില്ല. ഓക്കെ, എൻ കാരണം ഓരോ സ്റ്റേജിലുള്ള ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സിൻ്റെ എണ്ണാണല്ലോ ഓരോ ഇറഡ്യൂസിബിൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇറഡ്യൂസിബിൾ പോളിനോമിയൽ. അപ്പോൾ എൻ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഉണ്ടാകും. അപ്പോൾ ഓരോ ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ റൂട്ട്സിൻ്റെ എണ്ണാണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? n1 ഇൻറ്റു, അതായത് nn ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു എക്സെട്ര n2 ഇൻറ്റു n1. അതായത് അതിന് ഞാൻ എങ്ങനെ എഴുതുന്നുണ്ട്? പ്രോഡക്റ്റ് i ni എന്ന് എഴുതുന്നുണ്ട്. അതേപോലെ ഡിഗ്രി ഓഫ് എക്സ്റ്റൻഷൻ ഇതേ രൂപത്തിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഡിഗ്രി ഓഫ് എക്സ്റ്റൻഷൻ ഓഫ് ഇ ഓർ എഫ് ഈസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് എക്സ്റ്റൻഷൻ ഓഫ് ഇ ഓവർ തൊട്ട് ആ സീക്വൻസിൽ തൊട്ട് മുന്നുള്ള ഫീൽഡ്, ഇൻ്റെ തൊട്ടടുത്തുള്ള ഫീൽഡ്, തൊട്ട് മുന്നുള്ള ഫീൽഡ് സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് എഫ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര
alpha n minus 1 into degree of extension of the field f alpha 1, alpha 2, etc. alpha n minus 1, or the field of smallest field containing f alpha 1, alpha 2, etc. alpha n minus 2 ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് തന്നാൽ അവസാനത്തെ ടേം f degree of extension of simple extension f alpha 1 over f. ഓരോ സ്റ്റേജിലുള്ള ഡിഗ്രി ഓഫ് എക്സ്റ്റൻഷൻ ഞാൻ എന്താണെന്ന് ജനറലായിട്ട് പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എൻ ഐ ഗാമ ഐ. അപ്പോൾ ഇവിടെ എൻ എൻ ഗാമ എൻ ഇൻറ്റു എൻ എൻ മൈനസ് 1 ഗാമ എൻ മൈനസ് 1 എൻ എൻ മൈനസ് 1 ഗാമ എൻ മൈനസ് 1. തൊട്ട് അടുത്തത് ടേം ഉണ്ടാകും. അവസാനം ഈ ഒരു ടേമിന് തൊട്ട് മുന്നേ ഇവിടെ ഒരു ടേം ഉണ്ടാകും. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? എൻ ടു ഗാമ ടുവിന് ഈക്വൽ ആയിരിക്കും. ഈ ഒരു ടേം എൻ വൺ ഗാമ വണ്ണിന് ഈക്വൽ ആയിരിക്കും. സോ അതായത് നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? പ്രോഡക്റ്റ് ഐ എൻ ഐ ഗാമ ഐ എന്ന് എഴുതാം. പ്രോഡക്റ്റിനെ സ്പ്ലിറ്റ് ചെയ്യുക, കാരണം പ്രോഡക്റ്റ് കമ്മ്യൂട്ട് ചെയ്യും. നാച്ചുറൽ നമ്പേഴ്സിൽ അല്ലെങ്കിൽ ഇൻറ്റീജേഴ്സിലുള്ള പ്രൊഡക്റ്റാണ് ഇതെല്ലാം, ഇൻറ്റീജേഴ്സാണ്. സോ കമ്മ്യൂട്ട് ചെയ്യും, പ്രൊഡക്റ്റ് കമ്മ്യൂട്ട് ചെയ്യും. സോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സോ പ്രോഡക്റ്റ് ഐ എൻ ഐ ആണ് എന്ത്? ഇൻഡെക്സ് ഓഫ് ഇ ഓർ എഫ്. സോ ഇൻഡെക്സ് ഓഫ് ഇ ഓർ എഫ് ഡിഗ്രി ഓഫ് എക്സ്റ്റൻഷൻ്റെ ഫാക്ടറായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഡിഗ്രി ഓഫ് എക്സ്റ്റൻഷൻ്റെ ഫാക്ടറായിട്ട് വരുന്നുണ്ട്. സോ ഇൻഡെക്സ് ഓഫ് ഇ ഓർ എഫ് എന്തിനെ ഡിവൈഡ് ചെയ്യും? ഡിഗ്രി ഓഫ് എക്സ്റ്റൻഷൻ ഓഫ് ഇ ഓർ എഫിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ എല്ലാ കേസിലും ഫൈനൈറ്റ് എക്സ്റ്റൻഷൻസിൻ്റെ എല്ലാ കേസിലും ഡിവൈഡ് ചെയ്യും. സപ്പോസ് ഇവർ ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഈക്വൽ ആണെങ്കിൽ അങ്ങനെയുള്ള ഫൈനൈറ്റ് എക്സ്റ്റൻഷനെയാണ് നമ്മൾ എന്ത് പറയുക? സെപ്പറബിൾ എക്സ്റ്റൻഷൻ എന്ന് പറയും. ഓക്കെ, സോ എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ E of f is separable extension or simply separable extension of f if index of E or f is equal to degree of extension of E or f. An element in algebraic closure of f is separable over f if the simple extension of f and alpha is separable extension of f. Okay, ഒരു എലമെൻറ്റ് സെപ്പറബിൾ, ഒരു ഫീൽഡ് എപ്പോഴാണ്, ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എപ്പോഴാണ് സെപ്പറബിൾ ആകുക, അതേപോലെ ഒരു എലമെൻറ്റ് എപ്പോഴാണ് സെപ്പറബിൾ ഓവർ എഫ് ആണെന്ന് പറയാം. സിമ്പിൾ എഫിൻ്റെയും ആൽഫൻ്റെയും സിമ്പിൾ എക്സ്റ്റൻഷൻ എന്താകണം? എഫിൻ്റെ സെപ്പറബിൾ എക്സ്റ്റൻഷൻ ആകണം. ഇനി അതേപോലെ ആൻ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഇൻ ദി ഡൊമൈൻ ഓഫ് പോളിനോമിയൽസ് ഓവർ എഫ് ഈസ് സെപ്പറബിൾ ഓവർ എഫ് if 0 of f of x in the f closure is separable over f. അതായത് ഒരു പോളിനോമിയൽ സെപ്പറബിൾ ആകുമെന്ന് പറയാം. ആ പോളിനോമിയൽ എന്താകണം? പോളിനോമിയലിൻ്റെ റൂട്ട്സ് എല്ലാം ഓവർ എഫ് സെപ്പറബിൾ ആകണം. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി ഒബ്സർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ത്? ഈ ഒരു ഇൻഡെക്സ് നമ്പറും ഈ ഒരു ഡിഗ്രി ഓഫ് എക്സ്റ്റൻഷനും 4 ആണ്. സോ സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് റാഷണൽസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ റൂട്ട് ഓഫ് 3, അത് ഫീൽഡ് ഓഫ് റാഷണൽസിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കും, സെപ്പറബിൾ എക്സ്റ്റൻഷൻ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഈ ഇൻഡെക്സ് നമ്പർ ഓൾറെഡി ഇവാലുവേറ്റ് ചെയ്ത് വെച്ചതാണ്, ഇതും ഇവാലുവേറ്റ് ചെയ്ത് വെച്ചതാണ്, രണ്ടും ഈക്വലായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ സെപ്പറബിൾ എക്സ്റ്റൻഷനാണ്. സോ ഫസ്റ്റ് ഒബ്സർവേഷൻ നമ്മളുടെ ഡെഫിനിഷൻ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഒബ്സർവേഷനാണ് നെക്സ്റ്റ് പറയുന്നത്. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സെഷൻ, ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്കറിയാം ഇൻഡെക്സ് ഓഫ് സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആൻഡ് ആൽഫ ഓർ എഫ് അതെന്തിന് ഈക്വൽ ആയിരിക്കും? ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓർ എഫിൻ്റെ റൂട്ട്സിൻ്റെ എണ്ണത്തിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആയതുകൊണ്ട് തന്നെ ഈ ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ എല്ലാ റൂട്ട്സിൻ്റെയും മൾട്ടിപ്ലിസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, സോ വി ഹാവ് ഇൻഡെക്സ് ഓഫ് സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആൻഡ് ആൽഫ or f is the number of distinct zeros of irreducible polynomial of alpha over f. And also we have proved that multiplicity of alpha in the irreducible polynomial of alpha over f is same as the multiplicity of other roots of irreducible polynomial of alpha over f, that is multiplicity of each of conjugates of alpha over f. So index of simple extension of f
and alpha or f will be equal to ഈക്വൽ ആവുന്നത്, അതായത് സെപ്പറബിൾ ആവുന്നത്, ഈ ബി ഈക്വൽ ടു ഡിഗ്രി ഓഫ് എക്സ്റ്റൻഷൻ ഓഫ് സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആൻഡ് ആൽഫ എഫ് ഓവർ എഫ് എപ്പോഴാണ് ഈക്വൽ ആകുക? ഈ രണ്ട് നമ്പറും ഈക്വൽ ആകണം. ഓക്കെ, രണ്ട് നമ്പറും ഈക്വൽ ആവുന്നെങ്കിൽ ഇത് ഇതിൻ്റെ ഫാക്ടറാണ്. സോ ഏത് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് കിട്ടുന്നത്? സമ്മേഷൻ പ്രോഡക്റ്റ് ഗാമ ആയി വെച്ചിട്ടാണ്. അപ്പോൾ ഈ നമ്പറും ഈ നമ്പറും ഈ ഒരു നമ്പറും ഈക്വൽ ആവണമെങ്കിൽ പ്രോഡക്റ്റ് ഐ ഗാമ ഐ എന്താകണം? 1 ആകണം. അതായത് ഗാമ ഐ എന്ന് പറഞ്ഞാൽ റൂട്ട്സിൻ്റെ മൾട്ടിപ്ലിസിറ്റിയാണ്. സോ റൂട്ട്സിൻ്റെ മൾട്ടിപ്ലിസിറ്റി എല്ലാം എന്താകണം? 1 ആകണം. ഓക്കെ, അതായത് അപ്പോൾ നമുക്ക് ഇവിടെ എന്താ പറയുക? ഇഫ് ആൻഡ് ഓൺലി ഇഫ് irreducible polynomial of gamma or f has all zeros of multiplicity 1, that is alpha is separable over f. നമുക്ക് എന്താ പറയുക? ആൽഫ എന്നുള്ള ഒരു എലമെൻറ്റ് എഫിൽ ഓർ എഫ് സെപ്പറബിൾ ആകാനുള്ള നെസസറി സഫിഷ്യൻറ്റ് കണ്ടീഷനാണ് എന്ത്? ആൽഫ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓർ എഫ്. ആ പോളിനോമിയലിൻ്റെ ഇറെഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ റൂട്ട്സിൻ്റെ മൾട്ടിപ്ലിസിറ്റി എല്ലാം എന്താകണം? 1 ആകണം. So and then an irreducible polynomial f of x in the domain of polynomials over f is separable over f if f has all zeros of multiplicity 1. Okay, so definition ഡയറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന തിയറാണ്, ഒബ്സർവേഷനാണ്. സോ നമുക്ക് നെക്സ്റ്റ് തിയറം പറയാനുണ്ട്. അത് നമുക്ക് ഇതിന് ശേഷം ഞാനൊരു വീഡിയോയും കൂടെ ഒരുമിച്ച് ഷെയർ ചെയ്യാം, അതിലുണ്ട്. ഓക്കെ.